ഇസ്ലാം മതത്തിൽ നിന്നും മതം ഉപേക്ഷിക്കുന്ന മനുഷ്യരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇസ്ലാം മതവിശ്വാസികൾ നടത്തുന്ന പലതരം അക്രമങ്ങളിലൊന്നാണ് ഈ മൃതശരീരം വെച്ചിട്ടുള്ള വിലപേശലുകൾ. സാമാന്യ മര്യാദയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അതിന് യാതൊരു മടിയും ഈ പറഞ്ഞ ആൾക്കാർക്കില്ല. മനുഷ്യൻ എന്ന വികാരമോ മനുഷ്യത്വമോ ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണത്. അതുകൊണ്ട് ഇവരിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അത്തരം അക്രമം തന്നെയാണ് നമ്മളെ ഷിഹാബുദ്ദീൻ ഭായിയുടെ മരണശേഷവും മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ മതത്തെ വിമർശിച്ചതിന് മൃതദേഹത്തോട് പോലും നിങ്ങൾക്ക് ഈ പക തോന്നണമെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഈ മതം എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പരാജയമാണ് അത് കാണിക്കുന്നത്. നിങ്ങൾ കൊണ്ടുനടക്കുന്ന വിശ്വാസം സമൂഹത്തിന് എത്ര അപകടമാണെന്നും സമൂഹത്തിന് ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആണെന്നുള്ളതിൻ്റെ തെളിവും കൂടാണത്. ഷിഹാബുദ്ദീൻ മേത്തറുടെ മൃതദേഹം അടക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള സജു മാത്യു പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ 30-ാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞ യുക്തിവാദി നേതാവും KSEBയിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനുമായിരുന്ന ഷിഹാബുദ്ദീൻ മേത്തറുടെ മരണാനന്തര ചടങ്ങുകൾ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ മതവാദികൾ നടത്തുന്ന ചില കള്ളപ്രചരണങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഷിഹാബുദ്ദീൻ സാറുമായി കുടുംബപരമായി തന്നെ വളരെയധികം കഴിഞ്ഞ 25 വർഷമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള ബന്ധമുള്ള ആളാണ്. വളരെയധികം യാത്രകൾ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട്. KSEBയിലെ ഒരു സംഘടനയുടെ ഭാരവാഹികളായി വളരെ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. യുക്തിവാദ പ്രസ്ഥാനങ്ങളുടെ, സ്വതന്ത്രചിന്ത പ്രസ്ഥാനങ്ങളുടെയൊക്കെ പരിപാടികൾ സ്ഥിരമായി പങ്കെടുക്കുകയും കുടുംബപരമായി തന്നെ വളരെ വലിയ ബന്ധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവരാണ്. സാറും ഞാനും ഏതാണ്ട് ഒരേ ആശയങ്ങൾ പിന്തുടരുന്നവരും തികച്ചും മതേതരമായി മതം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന 2 കുടുംബങ്ങളാണ് ഞങ്ങളുടേത്. മരണാനന്തര ചടങ്ങുകൾ സംബന്ധിച്ച് തന്നെ ഞങ്ങൾ തമ്മിൽ ചില ധാരണകൾ ഈ യാത്രാമധ്യേ ഒരിക്കൽ പറഞ്ഞ് തീരുമാനിക്കുകയുണ്ടായി. ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ബോഡി പള്ളിക്ക് കൊടുക്കരുതെന്നും ഒന്നുകിൽ എൻ്റെ കോമ്പൗണ്ടിൽ തന്നെ, അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ശ്മശാനം പാലക്കാട്, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് തന്നെ ഒരു ഐവർ മഠമുണ്ട്, അവിടെ ബോഡികൾ ദഹിപ്പിക്കുന്നൊരു സ്ഥലമാണ്. മത ചടങ്ങുകളൊന്നും ഇല്ലാതെ തന്നെ അവിടെ നമ്മൾ ആവശ്യപ്പെട്ടാൽ ബോഡി ദഹിപ്പിച്ച് നൽകുന്ന സ്ഥലമാണ്. ഇങ്ങനെ ഒരു 3 ഓപ്ഷനാണ് ഞാനും സാറും തമ്മിൽ സംസാരിച്ചിരുന്നത്. ഞങ്ങളുടെ കുടുംബവും കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ഭാര്യയും സാറിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരണാനന്തര ചടങ്ങുകളെ സംബന്ധിച്ച് ഒരു ധാരണയിൽ മുമ്പ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. സാറിങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ട്, വളരെ ആകസ്മികമായിട്ട് ഞങ്ങളെ ഏറെ ദുഃഖിപ്പിച്ചുകൊണ്ട് മരണപ്പെടുകയുണ്ടായി. ആ വാർത്ത കേട്ടപ്പോൾ തന്നെ ഞാനും ഭാര്യയും കൂടി രാത്രി ഒരു 10:30 മണിയോടുകൂടി എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ വണ്ടിയെടുത്ത് സാറിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുകയും ഒരു 11:30 ഇവിടുന്ന് ഏതാണ്ട് ഒരു 1 മണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട് സാറിൻ്റെ വീടും എൻ്റെ വീടുമായിട്ട്. ഒരു 11:30 രാത്രിയിൽ സാറിൻ്റെ വീട്ടിലെത്തുകയും ആ സമയത്ത് തന്നെ ടീച്ചറുമായി കണ്ട് സംസാരിച്ച് ബോഡി മറവ് കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടീച്ചറുമായി സാറിൻ്റെ മകനുമായും സംസാരിച്ചു. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ബോഡി നമുക്ക് പാലക്കാട് ഇലക്ട്രിക്കൽ ശ്മശാനത്തിൽ സംസ്കരിക്കാം എന്നുള്ള അഭിപ്രായമാണ് ടീച്ചർ പറഞ്ഞത്.
മോനും ആ അഭിപ്രായം തന്നെ പറഞ്ഞു. ഞാനും പറഞ്ഞു അങ്ങനെ മതി, അപ്പം ഞാനതിനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ബന്ധു വീട്ടുകാർ വരുന്നുണ്ടെന്നും അവർ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നും, അപ്പോൾ അവർ കൂടി വന്നിട്ട് തീരുമാനിക്കാം എന്നുള്ള നിലയിൽ അവർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരുന്നു. അവരുടെ സാറിൻ്റെ വീട്ടുകാർ ഈരാറ്റുപേട്ടയിലാണ്. ടീച്ചറിൻ്റെ വീട്ടുകാരും ഹരിപ്പാട് ആലപ്പുഴ ഭാഗത്താണ്. അപ്പോൾ അവർ എത്തിയിട്ട് അവരോടും കൂടി പറഞ്ഞിട്ട്, അപ്പോൾ ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു അഭിപ്രായം ബന്ധുക്കളിൽ നിന്നുണ്ടായി എന്നുള്ള കാര്യം ടീച്ചർ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തായാലും അതിലൊരു തീരുമാനം ആക്കിയിട്ട് മതി, ഇനിയിപ്പോൾ എവിടെയായാലും മതചടങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ട് നടത്തണം എന്നും ടീച്ചർ പറഞ്ഞിരുന്നു. എന്തായാലും ബന്ധുക്കൾ വന്നപ്പോൾ തന്നെ അവർ ബോഡി കൊണ്ടുപോകണം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. ആദ്യം ടീച്ചറും മോനും അത് സമ്മതിച്ചില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള വിവരം അവരോട് പറഞ്ഞെങ്കിലും നാട്ടിൽ ആണ് ബന്ധുക്കൾ മുഴുവനുള്ളത്, അവർക്കൊക്കെ കാണണം, പിന്നെ ഒരുപാട് സ്ത്രീകളും വയസ്സായവരുമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ബോഡി അവർക്ക് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു നിലപാട് ബന്ധുക്കൾ പറയുകയും അവസാനം നമ്മളത് അംഗീകരിച്ച് ബോഡി ഈരാറ്റുപേട്ടയ്ക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ അത് സമ്മതിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ടീച്ചറും പറഞ്ഞിരുന്നു, മതപരമായിട്ടുള്ളൊരു ചടങ്ങും പാടില്ല, അത് ഞങ്ങൾ സമ്മതിക്കില്ല, അത് സാറിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്, അതുകൊണ്ടത് ഇല്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ബോഡി കൊണ്ടുപോകാൻ സമ്മതിക്കുകയുള്ളൂ. ആ കാര്യം ടീച്ചറും പറഞ്ഞു, ടീച്ചറിൻ്റെ മകന് അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാനും പറഞ്ഞു, ഞാൻ സാറിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, യുക്തിവാദ സംഘത്തിൻ്റെ പ്രവർത്തകനാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ധാരണ ഉള്ളതാണ്, സാറ് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും മതപരമായ ചടങ്ങ് പാടില്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വന്ന ആളുകൾ സമ്മതിക്കുകയും ചെയ്തിട്ടാണ് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ബോഡി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണി വരെ പട്ടാമ്പി തന്നെ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതനുസരിച്ചിട്ട് അവരുടെ ബന്ധുക്കൾ അതിന് തയ്യാറായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ ബോഡി പട്ടാമ്പിയിൽ വെച്ചു, എല്ലാവർക്കും കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. 2 മണിയോട് കൂടിയിട്ടാണ് പിന്നീട് അത് ഈരാറ്റുപേട്ടയ്ക്ക് കൊണ്ടുപോകുന്നത്. അതേ തുടർന്ന് ഞങ്ങളും 4 പേര് KSEBിയിൽ തന്നെയുള്ള ഞങ്ങൾ 4 പേര്, ഞാനും പിന്നെ KSEBിയിലെ ഓഫീസർമാരുടെ യൂണിയൻ്റെ നേതാവായിട്ടുള്ള ദേവദാസ്, അതുപോലെ വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ഡിജീഷ്, മണികണ്ഠൻ, ഞാനും, ഞങ്ങൾ 4 പേര് കൂടി ഈരാറ്റുപേട്ടയ്ക്ക് പോവുകയും അവിടെയും ഈ മരണാനന്തര ചടങ്ങുകൾ പൂർണ്ണമായും അതിൽ പങ്കെടുക്കുകയും അതിലൊക്കെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുള്ളത്. അവിടെ ബോഡി വീട്ടിലെത്തിയ സമയത്ത് ബന്ധുക്കൾ, ചില ആളുകൾ അവിടെ പ്രാർത്ഥനയും നിസ്കാരവും മറ്റു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയുണ്ടായി. പക്ഷേ ആ സമയത്തും ടീച്ചറും അതുപോലെ ടീച്ചറിൻ്റെ മോന് ഇവർ വളരെ ശക്തമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും അത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം തീർത്തും മതവിരുദ്ധനാണെന്നും മതവിമർശകനാണെന്നും ആ നിലപാടിൽ നിന്ന് ഒരിക്കലും മാറ്റം വന്നിട്ടില്ല എന്നും മതത്തിൻ്റെ പൊട്ടത്തരങ്ങൾ ഈ ലോകത്തോട് വിളിച്ച് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട ആളാണെന്നും അതുകൊണ്ട് ഇദ്ദേഹത്തെ ആ രീതിയിൽ അപമാനിക്കാൻ പാടില്ല എന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് ടീച്ചറും കുട്ടികളും സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് തന്നിട്ടുള്ള വാക്കുകൂടി പാലിച്ചുകൊണ്ട് സാറിൻ്റെ കുടുംബക്കാർ ഒരു മര്യാദ കാണിക്കുകയും അങ്ങനത്തെ മതപരമായ ചടങ്ങുകളെല്ലാം ഒഴിവാക്കുകയും ചെയ്തു. പിന്നീട് രാവിലെ 7 മണിയോടുകൂടി ബോഡി എടുത്തു. ആ സമയത്തും ഞങ്ങളവിടെ ഉണ്ട്. യാതൊരു
മതചടങ്ങുകളും ഇല്ലാതെ നേരെ ബോഡി എടുത്ത് ആംബുലൻസിൽ കയറ്റി പള്ളിയിൽ കൊണ്ടുപോയി. പള്ളിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് അവരെ ഇടയ്ക്ക് പറഞ്ഞു, സാറിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ കിടക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ആ ഒരു വൈകാരിക പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് ഈ വിശ്വാസികൾ പള്ളി കോമ്പൗണ്ടിൽ ചെയ്യണം, പള്ളിപ്പറമ്പിൽ ചെയ്യണം എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്തത്. അപ്പോഴും മതചടങ്ങുകൾ പാടില്ല എന്നുള്ളൊരു നിലപാട് നമ്മൾ ആവർത്തിച്ചു. അത് അവർ അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ പള്ളിപ്പറമ്പിലല്ല, ഏത് പറമ്പിലാണെങ്കിലും ഒരു മൃതദേഹം മറവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് അങ്ങനെ കൊണ്ട് മറവ് ചെയ്യാൻ സമ്മതിച്ചതിൽ യാതൊരു തെറ്റും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കണമെന്നുള്ള നമ്മളുടെ നിലപാട് പൂർണ്ണമായും ബന്ധുക്കൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. അതിന് നമ്മൾ അംഗീകരിച്ചു. വീട്ടുകാർ, ടീച്ചറും കുട്ടികളും സമ്മതിച്ചു. അങ്ങനെയാണ് പള്ളി കോമ്പൗണ്ടിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടത്തിയിട്ടുള്ളത്. അതും പള്ളിയുടെ കോമ്പൗണ്ടിൽ വഴിയിൽ നിന്ന് തന്നെ ഇത് എടുത്ത് കുഴിയിലേക്ക് വെച്ചിട്ട് മറവ് ചെയ്യാൻ പാകത്തിന് ഒരു അരികിലായിട്ട് കുഴിയുണ്ടാക്കി അവിടെ ഒരു മതചടങ്ങും ഇല്ലാണ്ടാണ് സംസ്കാരം നടത്തിയിട്ടുള്ളത്. ഇതാണ് സത്യം. ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഞാനിത് പറയുന്നത്. ഇതൊക്കെ പറയേണ്ടി വന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, അത് വളരെ മോശമായ രീതിയിൽ സാറിനെ അപമാനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിൽ, ടീച്ചറെ അപമാനിക്കുന്ന രീതിയിൽ, യുക്തിവാദ സ്വാതന്ത്ര്യത പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും അവഹേളിക്കുന്ന രീതിയിലുള്ള കള്ളപ്രചരണങ്ങളും നുണപ്രചരണങ്ങളുമാണ് ചില മതവാദികളുടെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില വീഡിയോസും ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ ഈ രീതിയിൽ തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് അവസാനം പള്ളിപ്പറമ്പിൽ പോകേണ്ടി വന്നില്ലേ, മരിച്ചു കഴിഞ്ഞപ്പോൾ, മരിച്ചു എന്നുള്ളതൊന്നുമല്ല, അതിനേക്കാളും മോശമായുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പോയി കിടക്കേണ്ടി വന്നില്ലേ ഇവനൊക്കെ എന്നുള്ള രീതിയിൽ തികച്ചും തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുക, വളരെ സാധുവായിട്ട് തൻ്റെ ആശയങ്ങൾ ജീവിതകാലം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ട് വളരെ സൗമ്യതയോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ട് വളരെ മോശമായി, അദ്ദേഹത്തെ പറ്റി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ സദീഖത്ത് ടീച്ചറിനെ പറ്റി പോലും വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള കമൻറ്റുകളും കള്ളപ്രചരണങ്ങളുമായിട്ട് ഈ മത തീവ്രവാദികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഈ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കള്ളപ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി നടക്കുന്ന ഈ മത തീവ്രവാദികൾ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതാണ് അവസ്ഥ. ഒരാൾ നിങ്ങളുടെ മതത്തിൻ്റെ വൃത്തികേടുകൾ ചൂണ്ടിക്കാണിച്ച് അത് സമൂഹത്തിന് അപകടമാണെന്ന് പറഞ്ഞു എന്നതുകൊണ്ട് ഇദ്ദേഹത്തോട് ഈ പറഞ്ഞ മുഹമ്മദിൻ്റെ കാടൻ മതബോധം പേറുന്ന, മതം സ്വീകരിക്കാത്തവരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന മുഹമ്മദിൻ്റെ വെറുപ്പിൻ്റെ സംസ്കാരം 21-ാം നൂറ്റാണ്ടിലും ഇവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പോലും ഈ പറഞ്ഞ മനുഷ്യരിൽ നിന്ന് എടുത്തു കളഞ്ഞ ഈ വൃത്തികെട്ട കാടൻ ചിന്ത പേറുന്ന മനുഷ്യരാരെങ്കിലും ഭയപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാ മതങ്ങളും നന്മയാണ് പറയുന്നത്, സമൂഹത്തിന് ഗുണമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതിൽ ഏറ്റവും സൂപ്പർ മതമാണ് ഇസ്ലാം എന്നാണ് ഈ പറഞ്ഞ ആളുകളുടെ വാദം.
ആ മതത്തിൻ്റെ അനുയായികളാണെന്നാണ് വാദം. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണിത്. ഇവിടെ ഷിഹാബുദ്ദീൻ ഭായിയുടെ പാർട്ണറായിട്ടുള്ള സദീഖത്ത് ടീച്ചറും അവരുടെ മക്കളും അവരുടെ താല്പര്യം എന്താണ് പറയുകയും അതിനുശേഷം ഷിഹാബുദ്ദീൻ ഭായിയുടെ സഹോദരങ്ങളുടെ താല്പര്യങ്ങൾക്ക് സഹകരിക്കുകയും ചെയ്ത ഈ കുടുംബത്തെ പോലും അപമാനിക്കുന്ന വൃത്തികെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കൂട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ കുടുംബത്തിനുണ്ടായ നഷ്ടം അതുപോലും വകവയ്ക്കാതെ ഈ പറഞ്ഞ വൃത്തികെട്ട കൂട്ടങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇതൊക്കെ. ഇവരുടെയൊക്കെ വാദം കേട്ട് കഴിഞ്ഞാൽ ഇവർ പറയുന്ന രീതി എങ്ങനെയാണ്? റോട്ടിൽ അനാഥമായി കിടക്കുന്ന ഒരു മൃതദേഹം നമ്മുടെ കാരുണ്യം കൊണ്ട് നമ്മുടെ പള്ളിപ്പറമ്പിൽ വെച്ചു എന്ന രീതിയിലൊക്കെയാണ് ഈ വൃത്തികെട്ട ജന്മങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹൈനകൾ എന്നൊക്കെ പറയാം. അത് അങ്ങനെയാണ് ഇവർ ഹൈനകളുടെ പോലുള്ള പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു യുക്തിവാദിയുടെ ശരീരം എന്ത് ചെയ്യണമെന്ന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ഒന്നുകിൽ ആ ശരീരം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അതിൻ്റെ ഓർഗൻസ്, അവരുടെ ആ ശരീരത്തിലുള്ള ഓർഗൻസ് നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് ദാനം ചെയ്യുക. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ദഹിപ്പിക്കുകയോ മറവ് ചെയ്യുകയോ ചെയ്യാം. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിനോ മറ്റോ ഭാവി തലമുറയ്ക്ക് ഉപകാരമുള്ള രീതിയിൽ പഠിക്കാൻ വിട്ടുകൊടുക്കാം. അതും അല്ലെങ്കിൽ ദഹിപ്പിക്കുകയോ വീട്ടു പരിസരത്ത് പൊതുശ്മശാനത്ത് മറവ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതിലൊന്നും ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളല്ല ഈ ആളുകൾ. ഈ പറഞ്ഞ ഈ കഥകൾ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകൾ മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ കഥകളിലൊന്നും പ്രസക്തിയില്ലെന്നും അതിൽ യുക്തിയില്ലെന്നും പറഞ്ഞിട്ട് അത് വിട്ടു വന്ന ആളുകളാണ്. മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾ ഇത് വെച്ചിട്ട് നടക്കുന്ന നിങ്ങളുടെ ഈ ഡ്രാമ ഉണ്ടല്ലോ, നാടകം, ഈ ക്രൂരമായ നാടകം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇതിലേതെടുത്താലും ഇപ്പോൾ ഈ പറഞ്ഞ ബോഡി അതിൽ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്നതാണെങ്കിലും, അതേപോലെ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതാണെങ്കിലും, അതേപോലെ ഈ ദഹിപ്പിക്കുന്നതാണെങ്കിലും, ഏതെടുത്താലും അതിൻ്റെ ഇടയിലേക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ്, എന്തെങ്കിലും ഒരു തടസ്സമായിട്ട്, അതിൻ്റെ ഒരു വിലപേശലായിട്ട്, ഒരു ബാർഗെയിനിങ് പവറായിട്ട് വരുന്നത് ഈ വിശ്വാസികളാണ്. ഇപ്പോൾ ഷിഹാബുദ്ദീൻ ഭായിയുടെ കേസ് തന്നെ എടുക്കാം. അവിടെ സഹോദരന്മാരുടെ താല്പര്യം പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യാനാണ്. അതേ സഹോദരങ്ങളുടെ മതക്കാരാണ് അതിന് തടയാൻ വേണ്ടിയും ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നിങ്ങൾ തമ്മിലുള്ള തന്നെ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ സെയ്ദ് മുഹമ്മദ് ആനക്കയത്തിൻ്റെ വിഷയത്തിലും. അദ്ദേഹത്തിൻ്റെ താല്പര്യം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് താല്പര്യം അതായിരുന്നു. എന്നിട്ട് അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലി എന്നും പറഞ്ഞ് നുണ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി എടുത്തിട്ട് ഇതേപോലെ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതൊരു വാദമായിട്ട് എടുത്തുകൊണ്ട് വരും. കണ്ടോ, ഇവന്മാർക്ക് ഇതൊന്നും വെക്കേണ്ട, അവസാനം നമ്മളെ ആൾക്കാരുടെ കരുണ കൊണ്ട് ആ ബോഡി നേരെ അവിടെ കൊണ്ടുപോയി എന്ന വാദമായിട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഈ വൃത്തികേട് കാണിക്കുന്നതുകൊണ്ടാണ്. ഇതേപോലെ തന്നെയാണ് ഈ നമ്മൾ വിശ്വാസിയല്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള പുനത്തിൽ കഞ്ഞി അബ്ദുള്ള, അദ്ദേഹം യുക്തിവാദിയാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ ബോഡി ഇതേപോലെ ആണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കേസുണ്ട് ഇതേപോലെ. ഇവിടെ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകൾക്കാണ് ഇന്നും ഇത് നേരിടേണ്ടി വരുന്നത്. ഉദാഹരണമായിട്ട് കലാനന്ദൻ മാഷിൻ്റെ കേസ് എടുക്കാം. എന്താ സംഭവിച്ചത്? ഒരു പ്രശ്നം പോലും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അവിടെ? ആരെങ്കിലും വന്ന് ഇതേപോലെ വിലപേശൽ നടത്തിയോ? ആരെങ്കിലും ഇതേപോലെ വന്നിട്ട് അവരുടെ മതം വിൽക്കാൻ ശ്രമിച്ചോ അവിടെ? ഈ ബാർഗെയിനിങ് പവറായിട്ട് വന്നിട്ട് ഈ വൃത്തികെട്ട കളി, ഇന്ന് ഇവിടുത്തെ മുസ്ലിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട കളി ആരെങ്കിലും കളിച്ചോ അവിടെ? ഇവിടെ അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ മാതാവ് ഇതേപോലെ മരണപ്പെട്ട് അവരെയും ഇതേപോലെ ഒരു പ്രശ്നമില്ലാണ്ട് മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അവിടെ ഒന്നും വിലപേശലായിട്ട് വന്നിട്ടില്ല. ഈ ഇസ്ലാം മതം ഉപേക്ഷിച്ച് വരുന്ന ആളുകളുടെ പിന്നാലെയാണ് നിങ്ങൾ ഈ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നത്. മതം വിട്ടാലും ഈ മതം ഇവരെ ഈ പറഞ്ഞ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകളെ വിടാതെ പിന്തുടരുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ സമൂഹം നിങ്ങളെ വെറുക്കാൻ വേണ്ടി മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. അത് ഓർമ്മ ഉണ്ടാവണം. അവസാനം ഈ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ഇസ്ലാമോഫോബിയ പറയുന്നേ എന്നും പറഞ്ഞിട്ട് കൊണ്ടുവരരുത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇതേപോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സമൂഹത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ.
മനസ്സിലായില്ലേ? അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.